പ്രിയരേ നാം പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളെ സൈന്യങ്ങൾ നിങ്ങളെ രക്ഷിക്കണമേ. തുടർന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും ജീവശക്തിയും അധികാരവും കീഴതാവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യാക്കോബച്ചന് നമ്മൾ അന്ത്യമായ യാത്ര പറയുകയാണ്. ഈ ലോകത്തിലെ ദീർഘമായ തീർത്ഥാടനത്തിൻ്റെ പരിസമാപ്തി ഇരിക്കുകയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ആ സ്വർഗീയ കാനാൻ ദേശത്തേക്ക് ഉള്ള യാത്രയപ്പാത നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഇത് നിർവഹിക്കാം. അച്ഛനെ പറ്റി ഇവിടെ അനുസ്മരണ പ്രസംഗം നടത്തുകയുണ്ടായി. ഞാൻ ഒരു കാര്യം മാത്രം അനുസ്മരിക്കുകയാണ്. അച്ഛന് ഏറ്റവും പരിമിതമായ ജീവിത സാഹചര്യത്തിൽ ഏറ്റവും മിനിമം കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച ഒരു വൈദികനാണ് അപകടച്ചത്. തനിക്ക് കൂടുതൽ സൗകര്യങ്ങൾ സ്വീകരിക്കാമായിരുന്നിട്ടും അത് സ്വീകരിക്കാതെ ഏറ്റവും മിനിമം സ്വീകരിച്ച് ജീവിച്ചു. ഇന്നത്തെ ലോകത്തിൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും അത് നല്ല ഒരു സന്ദേശമാണ്. ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലേ തൃപ്തിയാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന മനസ്സുകൾക്ക് തീർച്ചയായിട്ടും അച്ഛൻ്റെ ആ ലളിത ജീവിതശൈലി വലിയൊരു പാഠമാണ്. അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ വേദനിച്ച കേസിച്ച ബുദ്ധിമുട്ടത് പെരുന്നണി എസ്റ്റേറ്റിലെ അച്ഛൻ്റെ സേവനമാണെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛനതേപ്പറ്റി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാവികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, അങ്ങയുടെ മഹനീയമായ നൃത്തത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്നുടർന്നാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ ദൈവം നീതിയുടെ കിരീടം എന്നെ അറിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം അങ്ങയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
എന്റെ സഹോദരനെ, ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിയിടാൻ കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. കർത്താവേറ്റം ദയാലുവാകുന്നു. വത്സലസുതരേ, ഇടവകജനമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. ദുരിതങ്ങളിലും വ്യഥയിലും ഈശൻ നിയതം നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കുകയും എല്ലാവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ മിശിഹാ തന്റെ കാരുണ്യത്താലും തന്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും ഈ ആളെ തന്റെ വലത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധന്മാരോടെ സ്വാഗതം. പോവുക മുറപ്പോൾ വന്യഗുരുവിൻ ജയമുടി നേടാൻ അഴകൊഴുകും നിൻ
വഴികളിലെല്ലാം മനോടെ പിരിയും താതാ വേദനയാൽ നിൻ സുതരുടെ ഹൃദയം കേടുരുകുന്നു. തിരുസഭയങ്ങേ വിരഹദിനത്തിൽ വിലപിക്കുന്നു. ബലിപീഠമിതാ നിശ്ചഞ്ചലമായി കഥനം കൊള്ളൂ. സുവിശേഷത്തിൻ ദീപ്തി പരത്താൻ ജാഗ്രതയോടെ നന്മയുള്ളവനാകും. ഇയാളെ ആശ്വസിക്കുകയും ഈ കഥകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദര, ഇതുവരെ ഞങ്ങൾ അങ്ങേ അനുഗമിച്ചു. ഇനി ദൈവത്തിന്റെ മാലാഖമാർ അങ്ങേ അനുഗമിച്ചുകൊള്ളും. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്നരുളി ചെയ്ത ദൈവം വിധി ദിവസത്തിൽ അങ്ങേ ഉയർപ്പിച്ച് തന്റെ വലത്തുഭാഗത്ത് നിർത്തട്ടെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധനിലേ വന്മഴ പെയ്തു കാറ്റൂതി, വെള്ളം പൊങ്ങി നിറഞ്ഞൊഴുകി, കല്ലിലുയർത്തിയ ബലവത്താൽ വീടിനു കേടു ഭവിച്ചില്ല. വിശ്വസ്തതയിൽ ഉറച്ചവനാം ഭൃത്യനുമോദമൊടഖിലേശൻ, വരദാനങ്ങളും ഉന്നതമാ പരിവച്ച സത്യവിശ്വാസത്തോടുകൂടി മരണം പ്രാപിക്കുന്നവർക്ക് പ്രകാശപൂർണമായ പുനരുത്ഥാനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന ബഹുമാനപ്പെട്ട യാക്കോബച്ചന് മഹനീയമായ ഉയർപ്പും മനുഷ്യമായ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഇദ്ദേഹം ചെയ്തുപോയ പാപങ്ങളെല്ലാം പുറത്ത് മാലാഖമാരുടെയും വിശുദ്ധരുടെയും വസതിയിലേക്ക് ഇദ്ദേഹത്തെ സ്വീകരിക്കണമേ. ഈ സംസ്കാര കർമ്മത്തിൽ സംബന്ധിച്ച് ഈ വൈദികനെ ബഹുമാനിക്കുകയും ഇദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പ്രസാദപരം നിങ്ങളിൽ വസിക്കുകയും അങ്ങയുടെ അനുഗ്രഹം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമകീർത്തനം പാടാൻ. നീതിമാന്മാർ